ഈ വസ്തുവാണെങ്കിലും ഏത് വസ്തുവാണെങ്കിലും ഇതിന്റെ അറ്റം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? അറ്റം എന്ന് പറഞ്ഞാൽ മൊത്തം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതായിരിക്കും, ഒരു വസ്തുവിന്റെ മോളിക്യൂൾസ് ആയിരിക്കും അല്ലെങ്കിൽ ആറ്റംസ് ആയിരിക്കും. ഓക്കെ, മൊത്തം സാധനം ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന്റെ അറ്റത്ത് എന്തായിരിക്കും? അറ്റത്ത് ഒരു ലെയർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ആ ആറ്റങ്ങളുടെ അറ്റത്ത് എന്തുണ്ടാവും? ആറ്റങ്ങളുടെ അറ്റത്ത് എപ്പോഴും ഉണ്ടാകുന്നത് ഇലക്ട്രോൺസ് ആണ്. ഒരു ഇലക്ട്രോണും വേറൊരു ഇലക്ട്രോണും തമ്മിൽ കൂട്ടിമുട്ടാൻ പറ്റത്തില്ല. ഓക്കെ, അതിനൊരു ഇൻഫിനിറ്റിക്ക് അടുത്തുള്ളൊരു ഫോഴ്സ് വേണ്ടി വരും. കാരണം ഇലക്ട്രോൺ ടു ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്താണ്? സംതിങ് ഇൻറ്റു E1 ഇൻറ്റു E2 ബൈ R² വരും. സംതിങ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, E1 E2 എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിന്റെ, 2 ഇലക്ട്രോൺസിന്റെ ചാർജ്. അപ്പോൾ സംതിങ് E² ബൈ R² വരും. ഈ R² എന്ന് പറയുന്നത് എന്താവും? അടുത്തോട്ട് എത്തുമ്പോഴത്തേക്ക് ഇതാവും, നെഗ്ലിജിബിൾ ആവും. നെഗ്ലിജിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഇൻഫിനിറ്റിന്റെ അടുത്തേക്ക് പോകുമെന്നാണ്. അപ്പോൾ ഈ സാധനങ്ങൾ തമ്മിൽ, ഏത് 2 സാധനങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിയർ ഇൻഫിനിറ്റ് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാത്തതോളം കാലം ഇതിന്റെ അറ്റത്തുള്ള ഇലക്ട്രോൺസും ഇതിന്റെ അറ്റത്തുള്ള ഇലക്ട്രോൺസും ഇങ്ങനെ അടുക്കും തോറും തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ ഈ സാധനങ്ങൾ മുട്ടുന്നില്ല എന്നോ. അതായത് വളരെ വളരെ ഇൻഫിനിറ്റ്ലി നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു സാധനം. ഭയങ്കര. പക്ഷെ അത് അടുത്തെത്തുമ്പോഴത്തേക്ക് ആ ഫോഴ്സ് ഭയങ്കര ഇതാവും, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായിട്ടുള്ളൊരു ഫോഴ്സായിട്ട് മാറും. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന്റെ സ്കെയിൽ എത്ര ആണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കണം. സൂര്യൻ കുറച്ചാൾ കഴിയുമ്പോൾ കത്തിത്തീരും. ഓക്കെ, സൂര്യനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് എന്താ പറയണേ, ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാതാവും. ഓക്കെ, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് പറയുന്നത് എന്താ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പം ഒരു സാധനവും ചലഞ്ച് ചെയ്യാതെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എല്ലാ ആറ്റങ്ങളെയും കൂടെ ഒരുമിച്ച് സെൻറ്ററിലോട്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റങ്ങൾ അടുത്തടുത്തെത്തും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഭീകര ഫോഴ്സ്. എത്ര അടുത്ത് എത്തിയാലും ഇലക്ട്രോൺസ് കാരണം ഈ ആറ്റങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു ഫുൾ സൂര്യനെ ഒരുമിച്ച് അത്രയും മാസ് ഉള്ള ഗ്രാവിറ്റീനെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സാണ് ഇലക്ട്രോൺസിന്റെ റിപ്പൽഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഫോഴ്സ്, ആ ഇലക്ട്രോൺസിന്റെ റിപ്പൽഷനെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് എത്രയാണോ വേണ്ടത് അതിന്റെ പേരാണ് ഇലക്ട്രോൺ ഡീജനറേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതില്ലാത്തത് കൊണ്ട് ഇത് സൂര്യൻ കത്തിത്തീരുന്ന സമയത്ത് ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് നിൽക്കും. അതിനകത്തിൽ ആറ്റങ്ങൾ ഉണ്ടാകും. ആറ്റത്തിന്റെ ഇതിൽ അതിനെക്കാട്ടി കൂടുതൽ പ്രഷർ ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺസിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് റീസൺ.